السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضوان الله أما بعد. اللهم صل وسلم على رسولك سيدنا ومولانا محمد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഈ സ്റ്റേജിലെ അലങ്കാരവും ചമൽക്കാരവുമായ അധ്യക്ഷൻ അർഷദി മീലാദ് സെമിനാർ അവതരിപ്പിക്കാൻ എത്തിപ്പെട്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട അർഷദിമാർ, ഈ അസുലഭ മുക്തമുഹൂർത്തത്തിൽ ഒരു സാരസമ്പൂർണമായ പ്രസംഗത്തിൻ്റെ വേദിയല്ല, തിരുപ്പിറവിയുടെ വിസ്മയ ചരിത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് എനിക്കിവിടെ സംസാരിക്കാനുള്ളത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. كان رسول الله صلى الله عليه وسلم خير مولود ولد على الأرض. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമി ലോകത്തേക്ക് ജനിച്ച ഏറ്റവും ഉത്തമനായ കുട്ടിയായിരുന്നു. വുലിദ മഖ്തൂന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് ചേലാക്രമം ചെയ്യപ്പെട്ടവനായിട്ട്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മിൻ കറാമത്തി അലല്ലാഹ്, അല്ലാഹു എന്നെ ബഹുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്നി ഉലിത്തു മഖ്തൂന, ഞാൻ മാർക്കം ചെയ്യപ്പെട്ടവനായിട്ട് ജനിച്ചു. വലം യറ സൗഅത്തി അഹദുൻ, എൻ്റെ നഗ്നത ഒരാളും കണ്ടിട്ടില്ല. അത് മാത്രമല്ല, മസ്റൂറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കപ്പെടുന്നത് പൊക്കിൾ കൊടി ഛേദിക്കപ്പെട്ടവനായിട്ടാണ്. മക്ഹൂലൻ, സുറുമ ഇടപ്പെട്ടവനായിട്ടാണ്. നളീഫ, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും സംശുദ്ധമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത്. ഫീ ദാരി അബി ത്വാലിബ് ബിശഅബി ബനി ഹാഷിം ബിമക്ക, മക്കയിലെ ശഅബ് ബനു ഹാഷിമിൽ അബൂ ത്വാലിബിൻ്റെ വീട്ടിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്. വകാനത ഖാബിലതുഹു ശിഫാഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസവം ഏറ്റുവാങ്ങിയ സ്ത്രീ ഷിഫാ എന്ന സ്ത്രീയാണ്. അത് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയാണ്. വഹാദിനതുഹു ഉമ്മു ഐമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിചാരികയായിട്ട് ഉണ്ടായിരുന്നത് ഉമ്മു ഐമൻ ബീബി റളിയല്ലാഹു അൻഹയാണ്. വലം തജിദ് ആമിന ഇന്ദ ഹംലിഹി വവളഇഹി തിക്കലൻ വല അലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമന്ന സമയത്തും പ്രസവിച്ച സമയത്തും യാതൊരു പ്രയാസമോ യാതൊരു വേദനയോ ബഹുമാനപ്പെട്ട ആമിന ബിബി റളിയല്ലാഹു അൻഹ അനുഭവിച്ചില്ല എന്നുള്ളതാണ്. വകാന ജദ്ദുഹു അബ്ദുൽ മുത്വലിബ് യതൂഫു ബിൽ കഅബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യുപ്പ അബ്ദുൽ മുത്വലിബ് കഅബ തവാഫ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇത് അർസലത്ത് ഇലൈഹി ആമിന, ആ സമയത്ത് ആമിന ബീബി റളിയല്ലാഹു അൻഹ അബ്ദുൽ മുത്വലിബിൻ്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. എന്തിനാണ് പറഞ്ഞയച്ചത്? പ്രസവ ആ വാർത്ത അറിയിക്കാൻ വേണ്ടി. ഫഅസ്റഅ മുസ്തബ്ശിറ, അബ്ദുൽ മുത്വലിബ് ഉടനെ തന്നെ സന്തോഷവാനായിട്ട് ഓടി വന്നു. ഫഖാലത്ത്, അപ്പോൾ ആമിന ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ അബുൽ ഹാരിസ്, ഓ അബുൽ ഹാരിസേ, ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിൻ്റെ
ഓമനപ്പേരാണ്. വുലിദ ലക മൗലൂദുൻ, നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ലഹു അംറുൻ അജീബ്, ആ കുട്ടിയുടെ കാര്യം അത്ഭുതമാണ്. ഫഖാല, അപ്പോൾ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, അലൈസ ബഷറൻ സവിയ, ആ കുട്ടി അംഗവൈകല്യമൊന്നും ഇല്ലാത്തവനല്ലേ, ഒരു കുറവും ഒരു ന്യൂനതകളൊന്നും ഇല്ലല്ലോ. ഖാലത്ത്, അപ്പോൾ ആമിന ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നഅം, അതെ, ഒരു ന്യൂനതയോ ഒരു കുറവോ ഒന്നുമില്ല. വലാകിൻ സഖത സാജിദ, പക്ഷേ ഈ ഭൂമി ലോകത്തേക്ക് ഈ കുഞ്ഞ് പ്രസവിച്ച് വീണത് സുജൂദിലായിട്ടാണ്. പിന്നീട് ആ കുട്ടിയുടെ തലയും കൈകളും വാനലോകത്തേക്ക് ഉയർത്തുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ഫദഖല ബിഹി അബ്ദുൽ മുത്തലിബ് അൽ കഅബ വദഅ ലഹു, ഈ കുഞ്ഞുമായി അബ്ദുൽ മുത്തലിബ് കഅബയിലേക്ക് പ്രവേശിച്ചു, ഈ കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്തു. തുമ്മ റജഅ ബിഹി, പിന്നെ ഈ കുഞ്ഞുമായി അബ്ദുൽ മുത്തലിബ് ആമിന ബീവിയുടെ സമീപത്തേക്ക് അടുത്തേക്ക് മടങ്ങി വന്നു. വസമ്മാഹു മുഹമ്മദ, ഈ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് വിളിച്ചു. 7ാമത്തെ ദിവസമാണ് പേര് വിളിച്ചത് എന്ന് പറയാറുണ്ട്. രണ്ടും തമ്മിൽ പരസ്പരം വൈരുദ്ധ്യമില്ല. 7ാമത്തെ ദിവസമാണ് ആ പേരിൻ്റെ വിളംബരം നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വവഖഅത് വഖ്ത വിലാദതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖവാലിഖു വഅജായിബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്ത് അസാധാരണത്വവും അതുപോലെ തന്നെ അത്ഭുതങ്ങളും സംഭവിച്ചു. മിൻഹ, ആ അത്ഭുതങ്ങളിൽ ഉൾപ്പെടുന്നു ബുഷ്റൽ ഹവാതിഫ്, ചില അശരീരികൾ മുഖേന ഉണ്ടായ സന്തോഷ വാർത്തകൾ. വഅഖ്ബാറുൽ കുഹാനി വൽ അഹ്ബാരി വറുഹ്ബാനി ബിവിലാദത്തിൽ മുസ്തഫൽ മുഖ്താർ, എല്ലാവരിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് ജ്യോത്സ്യന്മാരും ജൂത പുരോഹിതന്മാരും ക്രിസ്തീയ പുരോഹിതന്മാരും പറഞ്ഞ കാര്യങ്ങൾ, അവരിൽ നിന്ന് ഉണ്ടായ വർത്തമാനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കാൻ പോകുന്നു എന്ന വർത്തമാനങ്ങൾ, ഇതൊക്കെ ആ അത്ഭുത സംഭവങ്ങളിൽ പെട്ടതാണ്. വമിൻഹ, അതിൽ ഉൾപ്പെടുന്നു തനക്കുസുൽ അസ്നാമി അലാ റൂസിഹാ, ബിംബങ്ങൾ തലകുത്തി വീഴൽ. ഇത് ഇശാറത്തൻ ഇലാ വിലാദത്തി നബിയ്യിൻ, ഒരു പ്രവാചകൻ ജനിക്കാൻ പോകുന്നു എന്നതിലേക്ക് സൂചനയായിട്ട്. എങ്ങനെയുള്ള പ്രവാചകൻ? യുഖ്രിജുൻ നാസ മിൻ ഇബാദത്തിൽ ഔസാനി ഇലാ ഇബാദത്തിർ റഹ്മാൻ, വിഗ്രഹാരാധനയിൽ നിന്ന് ജനങ്ങളെ ആ പ്രവാചകൻ കൊണ്ടുവരും കാരുണ്യവാനായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്ന ഒരു പ്രവാചകൻ ജനിക്കുന്നു എന്നതിലേക്ക് സൂചനയായിട്ട് ബിംബങ്ങൾ തലകുത്തി വീണു. വമിൻഹ, ആ അത്ഭുത സംഭവങ്ങളിൽ ഉൾപ്പെടുന്നു നൂറുൻ ഖറജ മിൻ ആമിന ബീബിയിൽ നിന്നൊരു പ്രകാശം പുറപ്പെട്ടു. ഫഅളാഅത് ലഹു, അങ്ങനെ പ്രകാശിച്ചു. ഖുസൂറു ബുസ്റ മിൻ അർളി ശാം, ഷാമിലെ ബുസ്റ പട്ടണം ആ പ്രകാശത്തിനാൽ പ്രകാശപൂരിതമായി. റഅത്ഹു ഇൻദ വദഇഹി അയാന, ആമിന ബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കുമ്പോൾ നേരിട്ട് തന്നെ ആ പ്രകാശം കണ്ടിട്ടുണ്ട്. കമാ റഅത്ഹു ഇൻദ ഹംലിഹി മനാമ, ഗർഭമുള്ള സമയത്ത് സ്വപ്നത്തിലും ആമിന ബീബി റളിയല്ലാഹു അൻഹ ഈ പ്രകാശം കണ്ടിട്ടുണ്ട്. വഖാനത്ത് ബുസ്റ ഇദാക, ആ സമയത്ത് ബുസ്റ ആയിരുന്നു ഖസബത്തിൽ ബിലാദിൽ അറബിയ്യ, അറേബ്യൻ രാജ്യങ്ങളുടെ തലസ്ഥാന നഗരിയായിരുന്നു. അല്ലത്തി കാന തഹ്ത ഹുക്മി റുമാൻ, റോമൻ ഭരണത്തിൻ്റെ കീഴിലായിരുന്ന അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ ബുസ്റ പട്ടണം. വഹിയ അവ്വലു
മദീനത്തിൻ ഫുതിഹത്ത് ഫിൽ ഇസ്ലാമി മിൻ അർദി ശാം. ബുസ്റ പട്ടണം ഇസ്ലാമിൽ ആദ്യമായി ജയിച്ചടക്കപ്പെട്ട പട്ടണമാണ് ഷാമിൽ നിന്ന്. വസാഫറ ഇലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മർറതൈനി. ആ ബുസ്റ പട്ടണത്തിലേക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 തവണ പോയിട്ടുണ്ട്. മർറതൻ മഅ അമ്മിഹി അബീ ത്വാലിബ്, ഒരു തവണ തൻ്റെ പിതൃ സഹോദരൻ അബൂ ത്വാലിബിൻ്റെ കൂടെയാണ്. വമർറതൻ മഅ മൈസറ ഉലാമി ഖദീജ റളിയല്ലാഹു അൻഹാ, മറ്റൊരു തവണ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ അടിമയായ മൈസറത്തിൻ്റെ കൂടെയാണ്. ഇങ്ങനെ 2 പ്രാവശ്യം ഷാമിലുള്ള ബുസ്റയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോയിട്ടുണ്ട്. ഫകഅന്ന ഫീ ഖുറൂജിൻ നൂരി മർറതൈനി, ഈ പ്രകാശം 2 പ്രാവശ്യം ആമിന ബീബിയിൽ നിന്ന് പുറപ്പെട്ടതിലുണ്ട്. ഇഷാറ ഇലാ ഹാതൈനി ദിഹ്ലതൈനി, ഈ 2 യാത്രയിലേക്കൊരു സൂചനയുണ്ട്. വമിൻഹാ, ആ അത്ഭുതങ്ങളിൽ ഉൾപ്പെടുന്നു അൽ ഹവാദിസുൽ മുൻദിറതു ലിഅബ്ദത്തിൻ നീറാൻ, തീ ആരാധകരെ, അഗ്നി ആരാധകരെ ഭയപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ. വഹിയ, ആ സംഭവങ്ങൾ ഇർത്തിജാസു ഈവാനി കിസ്റ, കിസ്റയുടെ കൊട്ടാരങ്ങൾ പ്രകമ്പനം കൊള്ളൽ. വസഖൂതു 14 ശുറുഫതൻ മിൻഹു, ആ കൊട്ടാരത്തിൽ നിന്ന് 14 ബാൽക്കണികൾ തകർന്നു വീഴൽ. വഖുമൂദു നാരിഹിം അല്ലതി ലം തുഖ്മദു മുൻദു അൽഫി ആം, 1000 വർഷം മുതൽക്ക് അണയാത്ത അവരുടെ അഗ്നികുണ്ടാരം അണഞ്ഞുപോവൽ. വമആദു ബുഹൈറത സാവത, സാവ തടാകം വറ്റി വരണ്ടു പോവൽ. വബുഹൈറത തുബിരിയ, തിബിരിയാസ് തടാകം വറ്റി വരണ്ടു പോകൽ. വറുഇയൽ മൂബിദാൻ, മൂബിദാന്റെ സ്വപ്നം. വഹുവ റഈസ് ഹുക്കാമിൽ ഫുർസ്, പേർഷ്യയിലെ പ്രധാന ഭരണാധികാരിയാണ്. ആ സ്ഥാനം വഹിക്കുന്ന ആൾക്കാണ് മൂബിദാൻ എന്ന് പറയുന്നത്. അദ്ദേഹം കണ്ട ആ സ്വപ്നം എന്തായിരുന്നു അത്? ഫഇന്നഹു റആ, അദ്ദേഹം കാണുകയാണ് ഇബ്ലൻ സഅബ, നല്ല കടുപ്പമുള്ള ചില ഒട്ടകങ്ങളെ. തഖൂദു ഖൈലൻ ഇറാബ, ആ ഒട്ടകങ്ങൾ നല്ല ഇനം കുതിരകളെ തെളിച്ച് കൊണ്ടുപോകുന്നു. അങ്ങനെ അത് ഖതഅത് ദജിലത, ആ ഒട്ടകങ്ങൾ ടൈഗ്രീസ് നദി മുറിച്ചു കടന്നു. വന്തശറത് ഫി ബിലാദിഹ, അങ്ങനെ ആ ടൈഗ്രീസ് നദി നിലകൊള്ളുന്ന രാജ്യങ്ങളിലൊക്കെ അത് വ്യാപിച്ചു. ഇതായിരുന്നു മൂബിദാൻ കണ്ട സ്വപ്നം. ഇതൊക്കെ അഗ്നി ആരാധകരെ അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങളായിരുന്നു. വകുല്ലു ദാലിക കാന ഇശാറതൻ മുൻദിറതൻ, ഈ സംഭവങ്ങളെല്ലാം മുന്നറിയിപ്പ് നൽകുന്ന സൂചനകളായിരുന്നു. ബിഅന്നൽ ഇസ്ലാമ യസ്തൗലി അലാ ഹാദിഹിൽ ബിലാദ്, നിശ്ചയം ഇസ്ലാം ഈ രാജ്യങ്ങളെ കീഴടക്കുമെന്നും. ഫയംഹു മറാക്കിസൽ കുഫ്രി വമമാലിക്കൽ ജൗർ, അങ്ങനെ അവിശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങളെയും അനീതിയുടെ സാമ്രാജ്യങ്ങളെ തുടച്ചു നീക്കുമെന്നുമുള്ള മുന്നറിയിപ്പ് നൽകുന്ന സൂചനകളായിരുന്നു ഈ സംഭവങ്ങളെല്ലാം. ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, കാന യഹൂദിയുൻ ഖദ് സകന മക്ക, ഒരു ജൂതൻ മക്കയിൽ താമസിച്ചിരുന്നു. ഫലമ്മാ കാനത്തിൽ ലൈലത്തു അല്ലതി ഉലിദ ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച രാത്രി ആയപ്പോൾ ഖാല, ആ ജൂതൻ പറഞ്ഞു, യാ മഅ്ശറ ഖുറൈശ്, ഓ ഖുറൈശ് സമൂഹമേ, ഹൽ ഉലിദ ഫീകുമുൽ ലൈലത മൗലൂദുൻ, ഈ രാത്രിയിൽ നിങ്ങളിൽ വല്ല കുഞ്ഞും ജനിച്ചിട്ടുണ്ടോ? ഖാലു, അവർ പറഞ്ഞു, ലാ താലം, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ ആ ജൂതൻ പറഞ്ഞു, ഉൻദുറൂ, നിങ്ങൾ നോക്ക്, ഫഇന്നഹു ഉലിദ ഫീ ഹാദിഹിൽ ലൈലതി നബിയ്യുൻ നബിയ്യു ഹാദിഹിൽ ഉമ്മ, ഈ രാത്രിയിൽ ഈ ഉമ്മത്തിൻ്റെ പ്രവാചകൻ ജനിച്ചിട്ടുണ്ട്. ബൈന കതിഫൈഹി അലാമ, അദ്ദേഹത്തിൻ്റെ 2 ചുമലുകൾക്കുമിടയിൽ ഒരു അടയാളമുണ്ട്.
ഫൻസറഫു ഫസഅലു, ഈ വാക്ക് കേട്ട് അവർ പോയി അന്വേഷിച്ചു. ഫഖീല ലഹും, ആ അന്വേഷണത്തിൽ അവർക്ക് വിവരം ലഭിച്ചു, അവരോട് പറയപ്പെട്ടു, ഖദ് വുലിദ ലി അബ്ദില്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് ഗുലാമുൻ, അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുല്ലാഹ്ക്ക് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ഫദഹബൽ യഹൂദിയു മാഹും ഇലാ ഉമ്മിഹി, അങ്ങനെ ആ ജൂതൻ അവരോടൊപ്പം ഈ കുട്ടിയുടെ മാതാവിൻ്റെ അരികിലേക്ക് പോയി. ഫഅഖ്റജതുഹു ലഹും, മാതാവ് ആ കുട്ടിയെ ഇവർക്ക് കാണിച്ചു കൊടുത്തു. ഫലമ്മാ റഅൽ യഹൂദിയു അൽ അലാമ, ജൂതൻ ഈ അടയാളം കണ്ടപ്പോൾ ഖർറ മഖ്ശിയൻ അലൈഹി, ബോധരഹിതനായി വീണു. വഖാല, എന്നിട്ട് ഈ ജൂതൻ പറഞ്ഞു, ദഹബത്തിൻ നുബുവ്വതു മിൻ ബനി ഇസ്രായീല, ബനു ഇസ്രായീലിൽ നിന്ന് നുബുവ്വത്ത് നീങ്ങി, ഇനി ബനു ഇസ്രായീലിൽ പ്രവാചകൻ വരില്ല. യാ മഅ്ശറ ഖുറൈശ്, ഓ ഖുറൈശികളെ, അമാ വല്ലാ, അറിയണം അല്ലാഹുവാണ് സത്യം, ലയസ്തൂന ബിക്കും സത്വതൻ, അതാ അവർ നിങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കും. യഖ്റുജു ഖബറുഹാ മിനൽ മശ്രിഖി വൽ മഗ്രിബി, അതിൻ്റെ വർത്തമാനം മഗ്രിബിൽ നിന്നും മശ്രിഖിൽ നിന്നുമൊക്കെ പുറപ്പെടുമെന്നും അദ്ദേഹം, ആ ജൂതൻ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ് അത് വളരെ വ്യക്തമായി അറിയുന്ന യഹൂദി അദ്ദേഹം അവിടെ വിശദീകരിക്കുകയാണ്. എൻ്റെ സമയം ഞാൻ നീട്ടിപ്പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ചില ആളുകൾ ചോദിക്കാറുണ്ട്, വളരെ മഹത്വമുള്ള റമദാൻ, അതുപോലെ തന്നെ ശഅബാൻ, മുഹറം മാസം, ഇങ്ങനെയുള്ള പവിത്രമായ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേ ജനിക്കാത്തത്? ആ മാസങ്ങൾ നല്ല മാസങ്ങളാണല്ലോ, എന്തുകൊണ്ട് ഹബീബായ തങ്ങൾക്ക് ജന്മം നൽകിയിട്ടില്ല ആ മാസം എന്ന് ചോദിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, കാലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷറഫ് ഉണ്ടാവൂല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കാലത്തിന് ഷറഫുണ്ടാകും എന്നല്ലാതെ കാലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷറഫുണ്ടാവൂല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തോന്നലിന് പോലും ഒരു ചാൻസ് കൊടുക്കാത്ത രൂപത്തിൽ റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങൾ പ്രസവിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, സമയം അതിന് അനുവദിക്കാത്തത് കൊണ്ട്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.